ഹലോ ഗായ്സ്, വെൽക്കം ടു അശ്വർ റിയാക്ട്സ്. ഓരോ ചോദ്യത്തിന് ശേഷം പോസ് ചെയ്തിട്ട് കറക്റ്റായി ഗസ് ചെയ്യണേ. സ്ക്രീനിൽ നമുക്ക് 3 മണ്ടന്മാരെ കാണാം. ഇതിൽ ഏറ്റവും വലിയ മരമണ്ടൻ ആരാണെന്ന് കണ്ടുപിടിക്കാമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മരം മുറിച്ച് ആദ്യത്തെ ആൾ വീഴുകയാണെങ്കിൽ അയാൾ വൈക്കോൽ മേലാണ് വീഴുക. അപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ ആളാണെങ്കിലോ മരത്തിൻ്റെ അറ്റത്താണ് ഇരിക്കണേ, അപ്പം മരം മുറിച്ചാലും അയാളും വീഴില്ല. രണ്ടാമത്തെ ആളാണ് തലകുത്തി വീഴാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളാണ് ഏറ്റവും വലിയ മരമണ്ടൻ. ഈ റേസിൽ ആരാണ് ജയിക്കുക? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പെൺകുട്ടിയുടെ ബൈക്കിൽ നിന്ന് പെട്രോൾ ലീക്ക് ആവുന്നുണ്ട്. മൂന്നാമത്തെ ആളുടെ ബൈക്കിൽ നോക്കുകയാണെങ്കിൽ ടയർ പഞ്ചറായിട്ടിരിക്കുക. അപ്പോൾ വിന്നർ ആവാൻ പോകുന്നത് സെക്കൻഡ് വണ്ണാണ്. 3 കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും നന്നായി ഫുട്ബോൾ കളിക്കുന്ന കുട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാമോ? മുകളിലിരിക്കുന്ന ഷെൽഫിൽ നമുക്ക് മത്സരത്തിൽ വിജയിച്ച ഫോട്ടോയും കപ്പും കാണാം. അപ്പോൾ ചുവന്ന മുടിയുള്ള കുട്ടിയാണ് ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലെയർ. ഈ 3 പേരിൽ ആരാണ് ഈ റേസ് ജയിക്കുക? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ആളുടെ ചെരുപ്പിലെ ലേസ് അഴിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ആള് വെള്ളത്തിലിട്ട് നടക്കുന്ന ബൂട്ട്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആള് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. സ്ക്രീനിൽ നമുക്ക് ഒരാളെ കത്തികൊണ്ട് കുത്തി കൊല്ലുന്നത് കാണാം. ഈ 3 പേരിൽ ആരായിരിക്കും ഇയാളെ ഉപദ്രവിച്ചതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഡെഡ് ബോഡിയുടെ അടുത്ത് നമുക്ക് ചെരുപ്പിൻ്റെ പാടുകൾ കാണാം. അതൊരു ഹീലിട്ട ചെരുപ്പിൻ്റെ പാടുകളാണ്. അപ്പോൾ കൊല ചെയ്തത് സോഫിയാണ്. ഒരു വീട്ടിൽ പാർട്ടി നടക്കുകയാണ്. ആ വീട്ടിൽ എത്ര പെൺകുട്ടികൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ജനലിൽ കൂടെ നമുക്ക് 4 പെൺകുട്ടികളെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അവിടെയുള്ള ചെരുപ്പുകളെല്ലാം എണ്ണി നോക്കുമ്പോൾ 6 ചെരുപ്പുകളുണ്ട്. അപ്പോൾ അവിടെ 6 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കറക്റ്റായി തന്നെ ഗസ് ചെയ്തില്ലേ? ഇതുപോലുള്ള ഗെയിംസ് ഇനിയും കളിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും ബൈ.